ഹലോ, വെൽക്കം ബാക്ക് ടു ചാറ്റർ വിത്ത് അനല. പുതിയ വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും വന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വരുന്ന 6 മാസം നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും, നിങ്ങൾ ആരായി തീരും 6 മാസത്തിന് ശേഷം. അതായത് 2026 ഡിസംബർ അവസാനത്തോടെ നിങ്ങൾക്ക് ഇപ്പോഴുള്ള നിങ്ങളിൽ നിന്നും എന്ത് വ്യത്യാസമായിരിക്കും വരിക, എന്തൊക്കെ പോസിറ്റീവ് ചേഞ്ചസ് ആണ് വരാൻ പോകുന്നത്, എന്തൊക്കെ ചലഞ്ചസ് ആണ് വരാൻ പോകുന്നത്, അതൊക്കെ എങ്ങനെ പരിഹരിക്കാം, 2026 രണ്ടാം പകുതി എങ്ങനെ വളരെ നല്ല ഒരു ലൈഫ് എക്സ്പീരിയൻസ് നമുക്ക് കെട്ടിപ്പടുത്തെടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ നോക്കുന്നത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് കാർഡ് വന്നിട്ട് നിങ്ങളുടെ കറൻറ്റ് എനർജിയാണ് 4 ഓഫ് സോർട്സ്. എന്തോ ഒരു ഹാർട്ട് ബ്രേക്ക് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. നല്ല രീതിയിലുള്ള ഒരു ഒരു വേദന നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ് പതുക്കെ അതിൽ നിന്ന് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് ഒരു റിക്കവർ ചെയ്ത് വരുന്ന ഒരു ഫേസ് ആയിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. നിങ്ങളെടുത്ത എന്തൊക്കെയോ തീരുമാനങ്ങൾ തെറ്റിപ്പോയി, അല്ലെ വിചാരിച്ച പോലെ ആയിരുന്നില്ല കാര്യങ്ങൾ എന്നൊക്കെയുള്ള കുറേ തിരിച്ചറിവുകളുണ്ടായി. വളരെ ശക്തമായിട്ടുള്ള വേദനകൾക്ക് ശേഷം പതുക്കെ റിക്കവർ ചെയ്ത് വരുന്ന ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതാണ് നിങ്ങളുടെ കറണ്ട് എനർജി ആയിട്ട് വന്നിട്ടുള്ളത്. എന്താണ് നിങ്ങളെ ഇപ്പോൾ ലിമിറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. നിങ്ങളെ ലൈഫിൽ മുന്നോട്ട് പോകാൻ സാധിക്കാതെ എന്താണ് നിങ്ങളെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത്? 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നിങ്ങൾ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഒരു പക്ഷേ ഈ ഒരു വേദന വന്നു, നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായി, എന്നിട്ടും നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യാതെ, ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പൊക്കെ ആണെങ്കിൽ അവർ പിരിഞ്ഞു പോയെങ്കിലും ഇനിയും വരുമായിരിക്കും എന്നോർത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടാവാം. അല്ലെങ്കിൽ കരിയർ ആണെങ്കിൽ അവിടെ സംഭവിച്ച നഷ്ടം മനസ്സിലാക്കാതെ നിങ്ങൾ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്രതീക്ഷ വെച്ച് പുലർത്തുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതാണ് നിങ്ങളിപ്പോൾ ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലൈഫ് മുന്നോട്ട് പോകാൻ നോക്കുമ്പോൾ, പുതിയ നല്ല കാര്യങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ നോക്കുമ്പോൾ നിങ്ങൾ അതിന് സമ്മതിക്കാതെ സ്വയം നിങ്ങൾ അവിടെ പിടിച്ച് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ഇനി ഈ സമയത്ത് നിങ്ങളെ എന്താണ് സപ്പോർട്ട് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഏത് എനർജിയുടെ സപ്പോർട്ടാണ് ഇപ്പോൾ ഉള്ളതെന്ന് നോക്കാം. വീൽ ഓഫ് ഫോർച്യൂൺ. നിങ്ങൾക്ക് കാലത്തിൻ്റെ കാവ്യനീതി എന്നൊക്കെ പറയുമല്ലോ, അതിൽ ഇപ്പോഴും വിശ്വാസമുണ്ട്. പ്രശ്നങ്ങളുണ്ടായാലും എപ്പോഴെങ്കിലുമൊക്കെ എനിക്ക് നീതി കിട്ടും, ജസ്റ്റിസ് കിട്ടും എന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്കുണ്ട്. നിങ്ങളിപ്പോഴും ആ വേദനയിൽ നിന്നും പുറത്തു വന്നിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് എവിടെയൊക്കെയോ ഒരു പ്രതീക്ഷയുണ്ട്. ലൈഫ് എന്നോട് നീതി കാണിക്കും, എനിക്ക് വേണ്ട ജഡ്ജ്മെൻറ്റ് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ നിങ്ങൾക്കുണ്ട്. കാത്തിരിക്കാനുള്ള ഒരു മനസ്സുണ്ട്. ഈ വേദനകൾക്കിടയിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് ഈ ഒരു എനർജിയാണ് കേട്ടോ. ബ്യൂട്ടിഫുൾ. നിങ്ങൾ പതുക്കെ റിക്കവർ ആകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇത് കാണിക്കുന്നത്. പക്ഷേ ഈ ഒരു വെയിറ്റിംഗ് എനർജി നിങ്ങളിപ്പോൾ ഒഴിവാക്കേണ്ടതുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ ഈ 6 മാസങ്ങളിലെ ഓവറോൾ എനർജിയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഈ കാർഡ്സ് അപ്പോൾ ഞാൻ എടുത്ത് മാറ്റുകയാണ്. നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ വെച്ചിട്ട് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ ഈ മാസങ്ങളിൽ എന്തായിരിക്കും നമുക്ക് വരിക എന്ന് നോക്കാം. ഓക്കെ, ജൂലൈ മാസത്തിലെ ഓവറോൾ എനർജി നമുക്ക് ആദ്യം കാർഡ്സൊക്കെ എടുക്കാം കേട്ടോ, എന്നിട്ട് നമുക്ക് റിവീൽ ചെയ്യാം. ഓഗസ്റ്റ് ഓവറോൾ എനർജി ഓഫ് സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ആൻഡ് ഡിസംബർ. എക്സൈറ്റഡ് ആണ്. നമുക്ക് ഒന്ന് വെയിറ്റ് നോക്കാം. ഹാങ്ഡ് മാൻ, 10 ഓഫ് വാണ്ട്സ്, നൈറ്റ് ഓഫ് സ്വാർഡ്സ്, സ്ട്രെങ്ത്, 8 ഓഫ് സ്വാർഡ്സ് ആൻഡ് ക്വീൻ ഓഫ് കപ്സ്. ഒറ്റ നോട്ടത്തിൽ പറയാനാണെങ്കിൽ നിങ്ങൾ സ്റ്റക്കായ ഒരവസ്ഥയിൽ നിന്നും വളരെ നിങ്ങളുടെ അധ്വാനം കൊണ്ട്, നിങ്ങളുടെ എഫേർട്ട് കൊണ്ട്, നിങ്ങളുടെ മനക്കരുത്ത് കൊണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം അതിജീവിച്ച് മനസ്സമാധാനം നേടുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ഓക്കെ, ഹാങ്ഡ് മാൻ കണ്ടോ, ഇത് നമുക്ക് ജൂലൈ മാസത്തിലെ എനർജിയാണ്. നിങ്ങൾ സ്റ്റക്കായിട്ട് ഫീൽ ചെയ്യും. നമ്മൾ ജൂലൈ മാസത്തെ ഡീറ്റെയിൽ റീഡിങ് നമുക്ക് പിന്നെ ഇടുന്നുണ്ട് കേട്ടോ ചാനലിൽ. അതിന് മുമ്പ് നമുക്ക് ഓവറോളായിട്ട് നോക്കാം. ഒരു സ്റ്റക്ക് എനർജിയാണ് ജൂലൈയിൽ പൊതുവെ നിങ്ങൾക്ക് നിൽക്കാൻ പോകുന്നത്. ഓഗസ്റ്റ് മാസത്തിൽ 10 ഓഫ് വാണ്ട്സ് ആണ്. നിങ്ങൾ ആ ഒരു സ്റ്റക്ക് എനർജിയിൽ നിന്ന് പുറത്ത് വന്നിട്ട് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന എനർജിയാണ്. ഒരുപാട് റെസ്പോൺസിബിലിറ്റികൾ വരുന്ന ഒരു മാസമായിരിക്കും ഓഗസ്റ്റ്. പക്ഷെ നിങ്ങൾ അത് ആ ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിങ്ങളത് ചെയ്ത് തീർക്കും എന്നുള്ളതാണ് ഈ 10 ഓഫ് വാണ്ട്സ് കാണിക്കുന്നത്. ഇനി അടുത്തത് വരുന്നത് സെപ്റ്റംബറാണ്. സെപ്റ്റംബറിൽ നൈറ്റ് ഓഫ് സോർഡ്സ് ആണ് എനർജി വരുന്നത്. ഈ 10 ഓഫ് വാണ്ട്സിൻ്റെ എനർജിയിൽ നിന്നും നിങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു തീർത്തു. വീണ്ടും നിങ്ങൾക്ക് കൂടുതൽ വർക്ക് ചെയ്യാനുള്ള ഒരു ആവേശം വരുന്നുണ്ട്. നൈറ്റ് ഓഫ് സോർഡ്സ് ആണ്.
വളരെ ശക്തമായിട്ട് കൃത്യമായ തീരുമാനങ്ങളോടെ നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് സെപ്റ്റംബർ മാസത്തിൽ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ഇനി ഒക്ടോബറിൽ സ്ട്രെങ്ത് കാർഡ്, ഇത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാർഡാണ്. ഈ ഒരു ഹാർഡ് വർക്കും നിങ്ങളുടെ മുന്നോട്ട് പോകാനുള്ള ഒരു ആത്മവിശ്വാസവും ഒക്കെ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുന്നിൽ ഒരു കൺട്രോളിങ് പവർ നേടിത്തരും. നിങ്ങളുടെ സിറ്റുവേഷൻ്റെ മേൽ നിങ്ങൾക്കൊരു കൺട്രോൾ ഉണ്ടായിരിക്കും. ഓക്കെ, കാര്യങ്ങൾ നിങ്ങളുടെ വരുതിക്ക് വരുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ഏത് മാസത്തിലാണ്? ഒക്ടോബർ മാസത്തിൽ. ഇനി നവംബറിൽ നിങ്ങൾക്ക് വീണ്ടും കുറച്ച് മാനസികമായിട്ട് നിങ്ങൾ കെട്ടിയിടപ്പെട്ട പോലത്തെ ഒരു തോന്നൽ വരാൻ സാധ്യതയുണ്ട്. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് ഇതൊന്നും ഫലം കാണുന്നില്ലേ, റിസൾട്ട് കാണുന്നില്ലേ, സ്റ്റക്കാണല്ലോ എന്നൊക്കെയുള്ള ചിന്തകൾ വരാൻ സാധ്യതയുള്ള ഒരു മാസമാണ് നവംബർ. പക്ഷേ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക്, ഈ ചെയ്തതിൻ്റെയൊക്കെ റിസൾട്ട് നമുക്ക് കിട്ടുന്നത് ക്വീൻ ഓഫ് കപ്സ് ആണ്. ഈ ലേഡിയെ നോക്കൂ, അവർ മാനസികമായിട്ട് ഹാപ്പിയാണ്. ഓക്കെ, ഈ ചെയ്തു തീർത്ത കാര്യങ്ങളുടെയൊക്കെ റിസൾട്ട് അവർക്ക് ഡിസംബർ മാസം ആകുമ്പോഴേക്കും കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഇതാണൊരു ഓവറോൾ റീഡിംഗ് ഫോർ ദ കമ്മിങ് 6 months. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. നിങ്ങളുടെ ലവ് എനർജി ഈ 6 മാസത്തിൽ മൊത്തത്തിൽ എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. ലവ്, കരിയർ, മണി, നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്ത്, ഈ 4 ഏരിയകളിൽ എന്താണ് ഈ 6 മാസത്തിനുള്ളിൽ സംഭവിക്കാൻ പോകുന്നത് നോക്കാം. ഓവറോൾ തീം ഫോർ യുവർ ലവ് എനർജി ഇൻ ദ സെക്കൻഡ് ഹാഫ് ഓഫ് 2026. യുവർ മണി എനർജി, യുവർ കരിയർ എനർജി, നമുക്ക് ഹെൽത്ത് കൂടി എടുക്കാം. ഓക്കെ, യുവർ ഹെൽത്ത് in the second half of your health in the second half of 2026, and how will be your personal growth. ജൂൺ അവസാനം മുതൽ ഡിസംബർ അവസാനമാകുമ്പോഴേക്കും എന്താണ് സംഭവിക്കാൻ നോക്കാം. കരിയറിൽ ലവ് എനർജി നിങ്ങൾക്ക് മൂൺ എനർജിയാണ് ലവിൽ വരുന്നത്. കരിയറിൽ ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ്, അത് നല്ല എനർജിയാണ്. ഫിനാൻസ് 10 of swords. ഹെൽത്ത് എംപറർ. ആൻഡ് പേഴ്സണൽ ഗ്രോത്ത് ലവേഴ്സ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ചലഞ്ചിങ് ആയിട്ട് കാണുന്നത് നമ്മളുടെ ലവ് എനർജിയാണ്. ഇതൊരു ഓവറോൾ ആണ് കേട്ടോ. എല്ലാ മാസത്തെയും എനർജി എടുക്കുമ്പോൾ ഇതിൽ വ്യത്യാസം വരാം. നിങ്ങൾക്ക് ലവ് എനർജിയിൽ ചെറിയ കൺഫ്യൂഷൻസ്, ചില പേടികൾ ഒക്കെ, സത്യമേത് മിഥ്യേതെന്ന് തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥയൊക്കെ ലവ് എനർജിയിൽ വന്നേക്കാം. എന്തെങ്കിലും ഒരു ഇഷ്യൂ കാണുമ്പോൾ നമുക്കതിനെ എങ്ങനെ മറികടക്കാമെന്ന് നോക്കാമല്ലോ. ഹൗ ടു ഫൈൻഡ് എ സൊല്യൂഷൻ ഫോർ ദിസ് എനർജി, ദ മൂൺ. പേജ് ഓഫ് കപ്സ്, നിങ്ങൾ കാര്യങ്ങളെ ഒത്തിരി സീരിയസ് ആക്കി എടുക്കേണ്ടതില്ല എന്നുള്ളതാണ്. പേജ് ഓഫ് കപ്സ്, ചില ആളുകളൊക്കെ ചിലപ്പോൾ വഴക്കിട്ട് പോവാം, പക്ഷെ അവർ തിരിച്ചു വരാനുള്ള സാധ്യതയുമുണ്ട്. അതല്ല എങ്കിൽ നിങ്ങൾ ഇതിനെ ഒരുപാട് നിങ്ങളുടെ മനസ്സിലേക്ക് എടുത്തു വെച്ച് സ്വയം വിഷമിപ്പിക്കരുത് എന്നൊരു അർത്ഥം ഈ കാർഡിന് വരുന്നുണ്ട്. പേജ് ഓഫ് കപ്സ് ആണ്. അതിനെ എന്താ പറയുക, അത്ര സീരിയസ് ആക്കി എടുക്കണ്ട. കാരണം ഭാവിയിൽ അത് ഒന്നുകിൽ അവർ തിരിച്ചു വരാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിലും ബെറ്റർ ആയിട്ടുള്ള ഒരു 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 പുതിയ അലയൻസോ പുതിയ ഒരു പ്രപ്പോസലോ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ നിങ്ങളിത് അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവില്ല, കൺഫ്യൂഷൻ ആയിരിക്കും. പക്ഷേ അതിനെ സോൾവ് ചെയ്യേണ്ടത് അതിനെ അത്രയ്ക്കും കൊണ്ട് സീരിയസ് ആക്കി എടുക്കാതെ ഒരു എന്താ പറയുക, ഒരു ലൈറ്റ് എനർജി കൊടുത്ത് വിടാനാണ് ഒരു ഗൈഡൻസ് ആയിട്ട് വരുന്നത് കേട്ടോ. ഈ ലവ് എനർജിയിൽ പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ചെയ്യാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ്, ഇതാണ് പോസിറ്റീവായിട്ടുള്ളൊരു എനർജി. ഇത് നിങ്ങളുടെ കരിയർ എനർജിയാണ്. നിങ്ങൾക്ക് എന്താ പറയുക, നല്ല രീതിയിലുള്ള റെക്കഗ്നീഷൻ കിട്ടുന്നുണ്ട്. എഫേർട്ട് ഇടേണ്ടി വരും കേട്ടോ. നമ്മൾ നേരത്തെ കാർഡ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു, എഫേർട്ട് ഇടേണ്ടി വരും. പക്ഷേ അതിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് കരിയറിൽ കാണുന്നത്. ഫിനാൻഷ്യലി നമ്മൾ കഴിഞ്ഞ മാസത്തെ റീഡിംഗ് എടുത്തപ്പോഴും നമുക്ക് ഈ ഒരു എനർജി വന്നിട്ടുണ്ടായിരുന്നു, 10 of swords. അതായത് ഫിനാൻഷ്യലി നിങ്ങൾ എടുക്കുന്ന ചില തീരുമാനങ്ങളിൽ ചേഞ്ചസ് വേണ്ടി വരും ഭാവിയിലേക്ക്. ഇത് ഇങ്ങനെയല്ല, കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് വേറൊരു രീതിയിൽ ചെയ്യാമായിരുന്നു എന്നുള്ള തിരിച്ചറിവുകൾ നിങ്ങൾക്ക് വരും. മണിയുടെ കാര്യത്തിൽ എന്താണ് ശ്രദ്ധിക്കേണ്ടത് നോക്കാം. എന്താണ് മണി റിലേറ്റഡ് കാര്യങ്ങളിൽ ഈ ഒരു 6 months ശ്രദ്ധിക്കേണ്ടത്? സൊല്യൂഷൻ എടുക്കാം. 5 of Pentacles, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ സൂക്ഷിക്കുക. അതല്ല, കയ്യിൽ പൈസ വരുമ്പോൾ നിങ്ങളുടെ ലൈഫ് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാതെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഓർക്കുക.
ഓക്കെ, കുറച്ച് പൈസ വരുമ്പോഴേക്കും ആ ഫോൺ വാങ്ങാം, അല്ലെങ്കിൽ കാർ വാങ്ങാം, അല്ലെങ്കിൽ കുറേ നാളായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം വാങ്ങാമെന്ന് വിചാരിക്കുന്നതിന് പകരം ആ പൈസ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നം വരാനുള്ള സാധ്യതയുണ്ട്. നമ്മളുടെ ഇൻകം കൂടുമ്പോൾ ലൈഫ് സ്റ്റൈൽ ഉടനെ തന്നെ അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കരുത്. ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ചെയ്യേണ്ടത്. ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇല്ലാത്ത ആളുകൾ, എത്ര പ്രായമോ നിങ്ങൾക്ക് ആയിക്കോട്ടെ, എന്തെങ്കിലും ചെറിയ രീതിയിലാണെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങാനായിട്ട് ശ്രമിക്കുക. ഇതാണ് ഫിനാൻഷ്യൽ എനർജിയിൽ നമുക്ക് വരുന്ന ഗൈഡൻസ്. നിങ്ങളുടെ ഹെൽത്താണ് എംപറർ കാർഡാണ്, നല്ലൊരു കാർഡാണ് കേട്ടോ. ഹെൽത്ത് പ്രോബ്ലങ്ങൾ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വരുത്തുന്നു എന്നുള്ളതാണ്. വളരെ സ്ട്രിക്റ്റായിട്ട് ഡയറ്റ് നോക്കുന്നു, നിങ്ങൾ ജിമ്മിൽ പോകുന്നു, അല്ലെങ്കിൽ വീട്ടിൽ തന്നെയാണെങ്കിലും വർക്കൗട്ട് ചെയ്യുന്നു. ഹെൽത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു എനർജി കാണിക്കുന്നത്. വളരെ സ്ട്രിക്റ്റായിട്ട് തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. വെരി പോസിറ്റീവ് എനർജി. ഇനി നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്ത് ലവേഴ്സ് കാർഡാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ മേജറായിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുക്കും. പല കാര്യങ്ങളിലുണ്ടായിരുന്ന കൺഫ്യൂഷനുകൾ, ഒരു പക്ഷേ ലവുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. നമ്മൾ പറഞ്ഞു, നമുക്കൊരു മൂൺ കാർഡ് വന്നിട്ടുണ്ട്. ചില കൺഫ്യൂഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളപ്പോൾ അവിടെ ഒരു ചോയ്സ് എടുക്കുകയാണ്. എൻ്റെ ലൈഫിൽ ഇനി മുന്നോട്ട് ഞാൻ എന്തൊക്കെ നിലനിർത്തണം, എന്തൊക്കെ ഒഴിവാക്കി വിടണമെന്നുള്ള ഒരു തീരുമാനം നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് എടുക്കുന്നുണ്ട്. അതിനുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു പവർ നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ലവ്, കരിയർ, മണി, ഹെൽത്ത് ആൻഡ് പേഴ്സണൽ ഗ്രോത്ത് ആയിട്ടുള്ള നമ്മളുടെ സ്പ്രെഡ്. ഇനി നമുക്ക് 6 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന ഏറ്റവും വലിയ ബ്ലെസ്സിങ് എന്താണ് എന്ന് നോക്കാം. ദ ഗ്രേറ്റസ്റ്റ് ബ്ലെസ്സിങ് ദാറ്റ് ഈസ് കമ്മിങ് യുവർ വേ, ആൻഡ് what will be the greatest challenge that will be coming your way, and how to overcome this challenge. Blessing, Queen of Swords. നല്ല ക്ലാരിറ്റി ഉണ്ടാവും നിങ്ങൾക്ക്. എന്ത് ചെയ്യണമെന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു ബോധം നിങ്ങൾക്ക് കിട്ടും. പല കൺഫ്യൂഷനുകളും ഉണ്ടാവുമെങ്കിലും എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ബോധം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അത് വളരെ നല്ല കാര്യമാണ്. എത്ര ടെൻഷനുള്ള സമയമാണെങ്കിലും എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഇല്ലാതിരിക്കുന്നതാണ് എപ്പോഴും ബെറ്റർ. നമുക്ക് മാനസികമായിട്ട് കുറേ കൺഫ്യൂഷൻസ് ഉള്ള സമയത്ത് ഒരു മുന്നോട്ട് പോകേണ്ടത് എങ്ങനെ എന്നുള്ളൊരു ക്ലാരിറ്റി കിട്ടുന്നത് ലൈഫിനെ ഈസിയർ ആക്കാനായിട്ട് സഹായിക്കും എന്നുള്ളതാണ്. ഇതാണ് നിങ്ങൾക്ക് വരാൻ പോകുന്ന തിരിച്ചറിവുകൾ. മുന്നോട്ട് പോകാനുള്ള കൃത്യമായ ധാരണ, ഒരു റൂട്ട് മാപ്പ്, അത് നിങ്ങൾക്ക് കിട്ടും. ഇനി ഒരു ചലഞ്ചായിട്ട് വരുന്നത് നൈറ്റ് ഓഫ് സ്വോർഡ്സ് ആണ്. നമ്മളുടെ ഏത് മാസത്തെ ആയിരുന്നു, ഐ തിങ്ക് സെപ്റ്റംബർ മാസത്തെ എനർജി ആണെന്ന് തോന്നുന്നു ഇത് വന്നത്. നൈറ്റ് ഓഫ് സ്വോർഡ്സ്, എടുത്ത് ചാട്ടം ഒഴിവാക്കണം കേട്ടോ. ചിന്തിക്കുക, ചിന്തിച്ചതിന് ശേഷം മാത്രം എന്താ പറയുക, ആക്ഷൻ എടുക്കാവുള്ളൂ എന്നുള്ളൊരു ഗൈഡൻസാണ് ഇവിടെ വരുന്നത്. ഇതാണ് ഒരു ചലഞ്ചായിട്ട് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. എന്തെങ്കിലും കാണുമ്പോൾ പെട്ടെന്ന് അതിലേക്ക് അട്രാക്റ്റഡ് ആവുക, അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അത് ധനപരമായിട്ട് മാത്രമല്ല, മാനസികമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക, നിങ്ങളുടെ തോട്ട്, തിങ്കിങ് എനർജി ഇൻവെസ്റ്റ് ചെയ്യുക. അങ്ങനെയൊക്കെ സംഭവിക്കാം. അതൊന്ന് പതുക്കെ മതി എന്നുള്ളതാണ്. ഓക്കെ, ചെയ്യണ്ട എന്നല്ല, ആലോചിച്ചതിന് ശേഷം മാത്രം ചെയ്യുക. ഇനി ഇതിനെങ്ങനെ സോൾവ് ചെയ്യാം? ഹാങ്ഡ് മാൻ. നിങ്ങളുടെ കയ്യിൽ നിൽക്കാത്ത കാര്യങ്ങൾ വരുമ്പോൾ അതിനെ ഫോഴ്സ് ചെയ്യിപ്പിച്ച് സംഭവിപ്പിക്കാൻ ശ്രമിക്കാതിരിക്കുക. സ്റ്റക്കായിട്ട് ഫീൽ ചെയ്യുമ്പോൾ നമ്മളുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമാണെങ്കിൽ മാത്രം അതിനെ സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതല്ലാത്ത ചില കാര്യങ്ങൾ ലൈഫിൽ വരും, അത് യൂണിവേഴ്സ് കൊണ്ട് തരുന്നതാണ്. അതിന് നമ്മൾ അതിൻ്റെ വഴിക്ക് വിടുക എന്നുള്ളതാണ്. അതാണ് ഇതിനൊരു സൊല്യൂഷനായിട്ട് പറയുന്നത്. ഓക്കെ, ഇനിയൊരു അഡ്വൈസ് കാർഡ് എടുക്കാം നമുക്ക്. എന്താണ് ഒരു ഗൈഡൻസ്, ടാരോ ഗൈഡൻസ് എടുക്കാം. ഈ ഒരു അഡ്വൈസ് സ്വീകരിക്കുകയാണെങ്കിൽ, ഇതനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഒരു ഔട്ട്കം എന്ന് നോക്കാം. ഈ ഒരു 6 മാസം കഴിയുമ്പോഴേക്കും നിങ്ങൾ ആരായിത്തീരും എന്നുള്ള ഒരു ഫൈനൽ ഔട്ട്കം റിസൾട്ട് എന്തായിരിക്കും നോക്കാം. ഓക്കെ, അഡ്വൈസ് 4 ഓഫ് സ്വോർഡ്സ്, നമ്മുടെ സെയിം കാർഡ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഹൈ പ്രീസ്റ്റസ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻറ്റ്യൂഷനുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വെളിവാക്കപ്പെടും. അതവിടെ ഉണ്ടായിരുന്നതാണ്, പക്ഷേ നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് സാധിച്ചിട്ടുണ്ടാവില്ല. നമുക്ക് നേരത്തെ ഒരു ക്വീൻ ഓഫ് സ്വോർഡ്സ് വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞു, ക്ലാരിറ്റി വരുന്നുണ്ടെന്ന് പറഞ്ഞു. ആ ക്ലാരിറ്റി തന്നെയാണ് ഇവിടെ വരുന്നത്. അതായത് മറ്റുള്ളവർ പറയുന്നതല്ല, അത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ സൊല്യൂഷൻസ് പുറത്തേക്ക് വരുമെന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ കുരുങ്ങിക്കിടക്കുമ്പോൾ
അതിൻ്റെ കറക്റ്റ് ഗൈഡൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ കിട്ടും. ഈ ഒരു എനർജിയിലേക്ക് ടാപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാം. ഓക്കെ, 5 മിനിറ്റ് ആണെങ്കിലും മതി. എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു സമയത്ത് മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നല്ലതായിരിക്കും. ഫോർ ഓഫ് സ്വർഡ്സ് ആണ്, അതായത് ഇത് അഡ്വൈസ് കാർഡായിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ ആ ഒരു ആദ്യം പറഞ്ഞ നമ്മളുടെ ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടല്ലോ, 3 ഓഫ് സ്വർഡ്സിൻ്റെ ഹാർട്ട് ബ്രേക്കിൽ നിന്നും റിക്കവർ ചെയ്യാനുള്ള സമയം നിങ്ങൾ എടുക്കുക. ഓക്കെ, ഈ ഒരു വേദനയിൽ നിന്ന് മുഴുവൻ പുറത്ത് കിടക്കുന്നതിന് മുൻപ് തിരക്ക് പിടിക്കാതിരിക്കുക. ഓക്കെ, ഇതിനുള്ള സമയം കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണ് ആ സമയം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഹീലിങ്ങിലേക്കുള്ള വഴിയായിരിക്കും തുറന്നു കിട്ടുക. അത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എനർജിയാണ് കേട്ടോ. ഒരു വേദനയിലൂടെ കടന്നു പോകുന്നു, പക്ഷേ അതിൻ്റെ അറ്റത്ത് അവസാനം നിങ്ങളെ കാത്ത് ഹീലിംഗ് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു പക്ഷേ പാസ്റ്റ് ലൈഫ് കർമ്മയായിരിക്കാം, അല്ലെങ്കിൽ ഈ ലൈഫിൽ തന്നെ കർമ്മയായിരിക്കാം. വലിയൊരു കർമ്മ കഴിഞ്ഞു പോകുന്നതായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഈ വേദനയിലൂടെ കൂടെ കടന്നു പോകുമ്പോഴും നിങ്ങൾ അതോർത്ത് നിങ്ങൾ സമാധാനിക്കുക. നിങ്ങളുടെ ആ ഒരു വലിയ കർമ്മ ലെസൺസ് ആണ് ഇപ്പോൾ കഴിഞ്ഞു പോകുന്നത്. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻറ്റ്യൂഷനിലേക്ക് കണക്റ്റ് ആക്കാൻ പറ്റുന്ന ഒരു എനർജി വരുന്നുണ്ട്. മറ്റാര് പുറത്തുനിന്ന് പറഞ്ഞു തരുന്നതിനേക്കാളും സ്ട്രോങ് ആയിട്ടുള്ള ഇൻറ്റ്യൂഷൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടാവാനുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറി വരും എന്നുള്ളതാണ്. ഈ ഒരു 6 മാസം കൊണ്ട് ഇങ്ങനത്തെ ഒരു ചേഞ്ചാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ട വേർഡ് എന്ന് പറയുന്നത് ഇൻറ്റ്യൂഷൻ എന്നാണ്. ഇൻറ്റ്യൂഷൻ, അതായത് നിങ്ങളുടെ അവബോധം അല്ലെങ്കിൽ ഇൻറ്റ്യൂഷൻ എന്ന് കമൻറ്റ് ചെയ്യുക. പോസിറ്റീവ് എനർജി ക്ലെയിം ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. ബൈ.